ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നലെ ഞങ്ങളുടെ കുടുംബത്തിലെ ഒത്തിരി പ്രത്യേകതകളുള്ള വളരെ സന്തോഷം നിറഞ്ഞിട്ടുള്ളൊരു ദിവസമായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കുഞ്ഞാറ്റയ്ക്ക് ഒരു വലിയ സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് സർപ്രൈസ്, എങ്ങോട്ടാണ് യാത്ര എന്നൊന്നും അവളോട് ആ ടൈമിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൾ കരുതുന്നത് സാധാരണ പോലെ എന്തോ ആവശ്യത്തിന് പുറത്തു പോകുന്നു എന്നാണ്. സത്യം പറഞ്ഞ് ഞങ്ങൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഹാളിലേക്കാണ് പോകുന്നത്. യാത്രയിലുടനീളം അവൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അമ്മി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. പക്ഷേ സർപ്രൈസിൻ്റെ ഒരു രസം പോകണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ ഒന്നും അവളോട് വിട്ടു പറഞ്ഞില്ല. കുട്ടികളുടെ സന്തോഷം കാണാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഇത്തരം ചെറിയ വികൃതികളൊക്കെ ഒരു പ്രത്യേക സുഖമല്ലേ. അങ്ങനെ ഞങ്ങൾ പരിപാടി നടക്കുന്ന മെഡിക്കൽ കോളേജ് ഹാളിൽ എത്തിച്ചേർന്നു. മുന്നോട്ട് 2026 എന്ന പേരിൽ 10th പ്ലസ് 2 ഫുൾ A+ നേടിയവരെയും അതോടൊപ്പം കലാകായിക രംഗത്ത് മികവ് പുലർത്തിയ കൊച്ചുകൂട്ടുകാരെയും ആദരിക്കുന്ന ഒരു ചടങ്ങാണിവിടെ. അപ്പോൾ ഹാളിൽ എത്തിയപ്പോഴാണ് മറ്റൊരു വലിയ സന്തോഷം. കുഞ്ഞാറ്റയുടെ ബെസ്റ്റ് ഫ്രണ്ടും ഫാമിലിയും അവിടെ എത്തിയിട്ടുണ്ട്. രണ്ടുപേരും പരസ്പരം കണ്ടപ്പോൾ തന്നെ പകുതി സർപ്രൈസ് മനസ്സിലായി. പിന്നെ രണ്ടുപേരുടെയും സന്തോഷവും ബഹളവും ഒക്കെ കാണേണ്ടതായിരുന്നു. എങ്കിലും കുഞ്ഞാറ്റയ്ക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് ഒരുപാട് നേരം സംസാരിച്ചു. പിന്നെ അവർ രണ്ടുപേരും കൂടി കളിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കൂട്ടുകാരും കൂടി തിരയുന്നുണ്ട്. പക്ഷേ ആ കൂട്ടുകാരി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം പിന്നീട് പ്രസംഗവും മറ്റും കണ്ടപ്പോൾ ഇവർക്ക് കുറച്ച് ബോറടിക്ക് ഉണ്ടായിരുന്നു. എങ്കിലും കുറച്ച് നേരം ഫോണൊക്കെ കൊടുത്ത് അവർ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഇരുത്തി. അപ്പോൾ അതിനുശേഷം നമ്മുടെ ടൈം ആവാറായിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് കുറച്ചും കൂടി മുന്നോട്ട് നീങ്ങിയിരുന്നു. പിന്നെ നിങ്ങൾക്കറിയാലോ എൻ്റെ വീക്ക്നെസ്, കൂടുതലും ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ അവിടെ നിന്നിട്ട് എടുക്കുമായിരുന്നു. ഇങ്ങനെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഭാഗ്യം തന്നെയാണ് എനിക്ക് ഇന്നലെ കിട്ടിയത്. കാരണം ഇത്രയും വലിയൊരു ചടങ്ങിൽ ഞങ്ങളുടെ മക്കളെയൊക്കെയും ഉൾപ്പെടുത്താൻ പറ്റിയല്ലോ എന്നുള്ള ഒരുപാട് സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇവർ ഒരുപാട് പേര് ആളുകളെ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായത് പ്രൈസ് മേടിക്കാനാണെന്ന് മാത്രമേ അറിയുള്ളൂ. ഇത് എന്തിനുള്ള പ്രൈസാണെന്നോ അതിനുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ചേച്ചിമാർക്ക് ഫുൾ A+ കിട്ടിയവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ അതിൻ്റെയൊക്കെ സന്തോഷത്തിൽ എങ്ങനെ ഇരിക്കുക. അതിനുശേഷം പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ ടൈം ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അടുത്തുനിന്ന് ഫ്രണ്ടിലേക്ക് കയറി ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ടൈം ആയപ്പോൾ ഫ്രണ്ടിൽ കയറി ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇവളുടെ അടുത്ത് എത്താറായിന്ന് ഞങ്ങൾക്ക് അവരുടെ ട്രോഫി കണ്ടപ്പോൾ മനസ്സിലായി. ട്രോഫിയിൽ ഫോട്ടോ ഉണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ മനസ്സിലായി ഇവിടെ അവളുടെ പേര് വിളിക്കാറായിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. ഇതാണ് ട്രോഫി അവൾക്ക് കൊടുക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. അങ്ങനെ കാത്തിരുന്ന നിമിഷം എത്തി. മൈക്കിലൂടെ കുഞ്ഞാറ്റയുടെ പേര് അനൗൺസ് ചെയ്തപ്പോൾ അവളുടെ മുഖത്തുണ്ടായിരുന്ന അമ്പരപ്പും അത്ഭുതവും, അതാണ് ഞങ്ങൾ ആഗ്രഹിച്ച യഥാർത്ഥ സർപ്രൈസ്. സ്റ്റേജിലേക്ക് കയറി ഉപഹാരം വാങ്ങി അതിനുശേഷം ഫോട്ടോ എടുത്തപ്പോൾ അവളുടെ കണ്ണുകളിലെ തിളക്കം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം, ഒരുപാട് മനസ്സ് നിറഞ്ഞു ശരിക്കും. അതിനുശേഷം അവൾ ഇറങ്ങി വന്നപ്പോൾ ഉണ്ടായിരുന്ന അവളുടെ സന്തോഷം കാണേണ്ടതാണ്. അത്രയും എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സന്തോഷം ഞാൻ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഒരു സ്റ്റേജിൽ കയറിയിട്ട് ഇന്ന് വരെയ്ക്ക് എനിക്കൊരു ട്രോഫി ഞാൻ മേടിക്കാത്ത ആളാണ്. ഇതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളെന്ന് പറയാം. എനിക്കെൻ്റെ മകളിലൂടെ അത് നേടാൻ കഴിയുന്നുണ്ടല്ലോ എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. നമ്മുടെ മക്കൾ വളരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വിലപിടിപ്പുള്ള സമ്മാനങ്ങളെക്കാൾ അവരെ സന്തോഷിപ്പിക്കുന്നത് അവരുടെ കൊച്ചു കൊച്ചു കഴിവുകളെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരം നിമിഷങ്ങളാണ്. അവാർഡൊക്കെ വാങ്ങി രണ്ടുപേരും സന്തോഷത്തോടെ നടക്കുന്നത് കാണുമ്പോൾ ശരിക്കും അഭിമാനം തോന്നാം. അപ്പോൾ ഈ ഒരു കുഞ്ഞു സന്തോഷം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.